സ്വാഗതം. SSLC മോഡൽ IT പരീക്ഷയുടെ HTML-മായി ബന്ധപ്പെട്ടൊരു ചോദ്യം പരിശോധിക്കുക. വെബ് പേജ് റിലേറ്റഡ് ടു ഇൻ്റർനെറ്റ് സേഫ്റ്റി അവയർനെസ് നെയിംലി സൈബർ സേഫ്റ്റി .html ഈസ് ഗിവൺ ഇൻ ദ എക്സാം ഡോക്യുമെൻറ്റ്സ് ഇൻ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സൈബർ സേഫ്റ്റി .html എന്നൊരു ഫയൽ നൽകിയിട്ടുണ്ട്. അത് തുറന്നതിന് ശേഷം അത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക. തുറന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നീലയാവണം. അതുപോലെ അതിൻ്റെ അക്ഷരങ്ങൾ യെല്ലോ കളർ ആയിരിക്കണം. അതുപോലെ ഫോണ്ട് ഫാമിലി നോട്ടോ സെരീഫ് ആയിരിക്കണം എന്ന് പറയുന്നു. മറ്റൊന്ന് ഗീവ് ബ്ലൂ കളർ ടു ദ സബ് ഹെഡിങ്സ്. താഴെ കൊടുത്തിരിക്കുന്ന സബ് ഹെഡിങ്ങുകൾക്കെല്ലാം തന്നെ നീല നിറം ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഈ ഒരു ഫയലിനെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ സൈബർ സേഫ്റ്റി .html എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ. ശ്രദ്ധിക്കുക, നേരെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യരുത്, റൈറ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇവിടെ ടെക്സ്റ്റ് എഡിറ്ററാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് എഡിറ്റർ ഇല്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് വഴി നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഇങ്ങനെ നോക്കിയെടുക്കാം. ഇങ്ങനെ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പച്ച നിറത്തിൽ കാണുന്ന സെലക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു വരുന്നത് കാണാം. നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും അതിൻ്റെ കളറുമാണ്. അപ്പോൾ ഹെഡിങ്ങിൻ്റെ കളർ എന്ന് പറഞ്ഞിരിക്കുന്നത് യെല്ലോ കളർ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി അവെയർനെസ് എന്നുള്ളത് യെല്ലോ കളറിലായിരിക്കണം. അപ്പോൾ അത് H1 ആണ്, മെയിൻ ഹെഡിങ് ആണ് H1. അപ്പോൾ അതിൻ്റെ കളർ യെല്ലോ കളറിലേക്ക് മാറ്റുന്നു. ആ കളർ മാത്രം ടൈപ്പ് ചെയ്യാൻ, മറ്റ് കോമോ കുത്തൊന്നും കളയരുത്. കളർ യെല്ലോ ആക്കുന്നു. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കുന്നതിന് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്നുള്ളത് മാത്രം മാറ്റി ബ്ലൂ ആക്കുന്നു. ഈ ഒരു ഫുൾ കോളനോ അല്ലെങ്കിൽ സെമി കോളനോ ഒന്നും തന്നെ കളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ സബ് ഹെഡിങ്ങുകളെല്ലാം H2 എന്നതിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കളർ ബ്ലാക്ക് എന്നുള്ളത് ബ്ലൂ കളറിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് സബ് ഹെഡിങ്ങുകളെല്ലാം തന്നെ ബ്ലൂ കളറിൽ ആക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സബ് ഹെഡിങ്ങെല്ലാം H2 ആണ്. H2 എന്നുള്ളത് അത് ബ്ലൂവിലേക്ക് മാറ്റുന്നു. ഇനി മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്, ഹെഡിങ്ങിൻ്റെ ഫോണ്ട് ഫാമിലി നോട്ടോ സെരീഫ് എന്നാക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ലിബറേഷൻ സെരീഫ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റം വരുത്തിയത് ഹെഡിങ്ങിൻ്റെ കളറ് മാറ്റം വരുത്തി, ഫോണ്ട് ഫാമിലി നോട്ടോ സെരീഫ് എന്നാക്കി, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആക്കി, സബ് ഹെഡിങ്ങിൻ്റെ കളറും ബ്ലൂ ആക്കുന്നു. ഇത്രയും ചെയ്തതിന് ശേഷം ഈ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ആസ് എന്ന ഓപ്ഷൻ കിട്ടും. സേവ് ആസിൽ നമ്മളെ ഹോമിലേക്ക് വരുന്നു. ഹോമിൽ എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ രജിസ്റ്റർ നമ്പറും _question നമ്പറും നൽകി .html എന്നുള്ളത് നഷ്ടപ്പെടുത്താതെ സേവ് ചെയ്യുന്നതോടെ ഈ ഒരു പ്രവർത്തനം അവസാനിക്കും.